ഓരോ ദിവസവും ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഒരൊറ്റ മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യാറ്. ബാങ്ക്സ്, കമ്പനീസ്, ഗവൺമെന്റ്സ്, ട്രേഡേഴ്സ് ഇവരെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ഡേ 3 ഓഫ് ഡോക്യുമെന്റിങ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? ഫോറക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ്. ഒരു കറൻസിനെ മറ്റൊരു കറൻസി കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ US പോവാണ്. അപ്പോൾ എനിക്ക് കുറച്ച് US ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് INR കൊടുത്തിട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള US പർച്ചേസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനൊരു 50,000 രൂപ INR കൊടുത്തു. അപ്പോൾ അന്നേരത്തെ മാർക്കറ്റ് പ്രൈസിൽ എനിക്ക് എത്ര US കിട്ടുമോ അതെനിക്ക് കിട്ടും. ഇതാണ് ഒരു ഫോറക്സ് ട്രാൻസാക്ഷൻ. പക്ഷേ ട്രേഡേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അവർ ഈ കറൻസി യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൽ കറൻസീസ് പെയർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യൂറോ USD, GBP USD, USD GPY. USD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $, GBP എന്ന് പറയുമ്പോൾ പൗണ്ടാണ്, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്. ജപ്പാനീസ് യെന്നിനാണ് GPY എന്ന് പറയുന്നത്. അപ്പോൾ മേജർ പേഴ്സിൻ്റെ ഒപ്പം എപ്പോഴും USD ഉണ്ടാവും. കാരണം USD എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കറൻസിയാണ്. അപ്പോൾ ഒരു പെയർ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കറൻസി വാങ്ങുന്നു, അതേസമയം തന്നെ മറ്റൊരു കറൻസി വിൽക്കുന്നു. ഇപ്പോൾ യൂറോ USD എന്നുള്ളൊരു പെയർ എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഫോറക്സ് മാർക്കറ്റിൽ ഒരു യൂറോ USD ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് €1 ഞാൻ വാങ്ങുന്നു, അതേസമയം തന്നെ €1 വാങ്ങാനായിട്ട് എനിക്ക് എത്ര $ആണോ വേണ്ടത് അതവിടെ വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂറോ $ൻ്റെ ലൈവ് ചാർട്ടാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് യൂറോ USDയുടെ ലൈവ് പ്രൈസാണ്. ഈ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ €1 വാങ്ങാനായിട്ട് എനിക്ക് എത്ര $ആണോ വേണ്ടത് ആ ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ബൈ സിഗ്നൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് €1 ഞാൻ പർച്ചേസ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം ഈ ഒരു എമൗണ്ടിലുള്ള $, ഞാൻ അവിടെ സെല് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വാങ്ങിയേക്കുന്ന എമൗണ്ട്, ഈ ഒരു എമൗണ്ടിലാണ് ഞാൻ ഒരു ബൈ സിഗ്നൽ എടുത്തതെന്ന് വിചാരിക്കാം, 1.16706. ഇവിടെ നിന്ന് എമൗണ്ട് മേളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 1.16725 എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് പ്രോഫിറ്റായി. കാരണം ഞാൻ കറൻ്റ്ലി വാങ്ങിയ പ്രൈസിൽ നിന്നും ഒരുപാട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ പ്രോഫിറ്റാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ ഈ വാങ്ങിയ പ്രൈസിൽ നിന്ന് നേരെ മാർക്കറ്റ് അടിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ലോസ് ഉണ്ടാവും. ഈ കാണുന്ന ഗ്രീൻ റെഡ് ബാർസാണ് ക്യാൻഡിൽ സ്റ്റിക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, ബൈ.